നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ DE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തെക്കുംകര പഞ്ചായത്ത് ഞാറ്റുവേല ചന്ത പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ജനവിധിയിൽ ക്രൈസ്തവ സമുദായത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമെന്ന് തൃശൂർ രൂപത ഭാരവാഹികൾ. ദേശീയപാത ചെമ്പൂത്രയിൽ എയർഗണ്ണും കഞ്ചാവുമായി 4 അംഗ സംഘം പിടിയിൽ. 30 ഗ്രാം കഞ്ചാവ്, എയർ പിസ്റ്റൽ, കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവ പിടിച്ചെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ DE ഓഫീസിലേക്ക് KSU പ്രവർത്തകരുടെ മാർച്ച്. മാർച്ചിൽ സംഘർഷം. 10ഓളം KSU പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. ശക്തമായ കാവലേർപ്പെടുത്തിയ പോലീസിനെ കബളിപ്പിച്ച് മോഡൽ ബോയ്സ് സ്കൂൾ അങ്കണത്തിലൂടെ KSU പ്രവർത്തകർ ഓഫീസിലെത്തി. അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച സമരക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിഷയം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ പറഞ്ഞു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ വഴിയിൽ തടയുമെന്ന് KSU. 20 മിനിറ്റോളം നീണ്ട സംഘർഷത്തിനു ശേഷം പോലീസ് സമരക്കാരെ പിടികൂടാൻ സാധിച്ചു. 7ഓളം KSU പ്രവർത്തകരെ DE ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തിയതിന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. സംസ്ഥാന ഭാരവാഹികളുണ്ട്. അത്തരത്തിൽ KSU പ്രവർത്തകരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ശക്തമായ തെക്കുംകര പഞ്ചായത്തിലെ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കം. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ആരംഭിച്ച ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷയായി. പ്ലാനിംഗ് ബോർഡ് SRG അംഗവും വടക്കാഞ്ചേരി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷനുമായ MR അനൂപ് കിഷോർ സെമിനാറിന് നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK ശ്രീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു കൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, സബിത സതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ അജിത സുനിൽ, കൃഷി ഓഫീസർ അർച്ചന വിശ്വനാഥ്, പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നമ്മൾ ഈ ചന്ത നടത്തി വരികയാണ്. നമുക്കറിയാം, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളവരാണ്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗം നമ്മുടെ ഈ പഞ്ചായത്തിനകത്തുണ്ട്. കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷി മാത്രമല്ല, നാണ്യവിളകളുണ്ട്, പച്ചക്കറികളുണ്ട്, കോഴിയുണ്ട്. അതുപോലെയുള്ള കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. കൃഷിയാണെങ്കിൽ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ട് കാർഷിക മേഖല മുന്നോട്ട് പോവുകയാണ്. കർഷകൻ എത്ര കണ്ട് പ്രയാസപ്പെട്ട് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ച് കൃഷി ഇറക്കിയാലും അതിന്റെ വിളവെടുക്കുന്ന സമയത്ത് വ്യത്യസ്ത കാരണങ്ങളാൽ ഒരു മെച്ചപ്പെട്ട അന്തരീക്ഷം ലഭിക്കുന്നില്ല എന്ന അനുഭവം നമ്മളെ നിരവധി ഘട്ടങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്.
ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നുള്ള ജനവിധിയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമുദായത്തിനു നേരെ ഉയർന്നു വരുന്ന തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തൃശൂർ അതിരൂപത നേതൃത്വം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി അതിരൂപത ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനർഹമായ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അതിരൂപത നേതൃത്വം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചു എന്ന ആരോപണം വേദനാജനകവും ഞെട്ടലുളവാക്കുന്നതുമാണ്. തൃശൂർ അതിരൂപത രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെയോ മുന്നണിയെയോ പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്യാറില്ല. രാജ്യത്തിന്റെ ഭരണഘടനയെയും ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെയും വിലമതിക്കുന്നവരും ദൈവവിശ്വാസവും ന്യൂനപക്ഷ അവകാശങ്ങളും മാനിക്കുന്നവരുമായ രാഷ്ട്രീയ കക്ഷികളെയും നേതാക്കളെയും അംഗീകരിക്കണമെന്നത് അതിരൂപത സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാടാണ്. 2024 ഫെബ്രുവരി 25 തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂരിൽ സംഘടിപ്പിച്ച ആയിരങ്ങൾ പങ്കെടുത്ത സമുദായ ജാഗ്രതാ സമ്മേളനത്തിൽ സംശയലേശമെന്നെ അതിരൂപത നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ കാര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർ ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നതും തൃശൂർ അതിരൂപതയുടെ ഭാഗവുമായ 3 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് മേൽക്കൈ ഉണ്ടായത് വിസ്മരിക്കുന്നു. പൊതുസമൂഹത്തിനും സമുദായത്തിനും സ്വീകാര്യമായ നിലപാടുകൾ മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പിലും നേതൃത്വം സ്വീകരിച്ചത്. മറിച്ചുള്ള ആരോപണങ്ങൾ ദുരിതപിഷ്ടമാണ്. സ്വന്തം വീഴ്ചകൾ മറച്ചുവെച്ച് പോരായ്മകൾ അംഗീകരിക്കാതെ തോൽവിയുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരിൽ കെട്ടിവെക്കുന്നു എന്നത് ഈ പ്രവൃത്തി തെളിയിക്കുന്നു. തൃശൂരിലെ ക്രൈസ്തവ വിശ്വാസികളും ഇതര മതസ്ഥരായ സഹോദരങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെയും പ്രചാരണങ്ങളെയും തള്ളിക്കളയണമെന്ന് നേതൃത്വം അഭ്യർത്ഥിച്ചു. സ്വതന്ത്രമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെ അഭിമാന ബോധത്തെ അപമാനിക്കുന്ന ഇത്തരം പ്രചരണങ്ങളെ തിരിച്ചറിയണം. ക്രൈസ്തവ സമൂഹത്തെയും അതിരൂപത നേതൃത്വത്തെയും അപമാനിച്ചും തെറ്റായി ചിത്രീകരിച്ചും ഒറ്റപ്പെടുത്താമെന്ന മിഥ്യാധാരണ വ്യാമോഹം മാത്രമാണ്. രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യവും മതേതരത്വവും ഈശ്വരവിശ്വാസവും ന്യൂനപക്ഷ അവകാശങ്ങളും മതസമുദായ സാഹോദര്യവും ഉറപ്പുവരുത്തും. തൃശൂർ അതിരൂപതയുടെ രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാന ശിലകൾ ഓർമ്മിപ്പിക്കാനാണ് അതിരൂപത നേതൃത്വം ആഗ്രഹിക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ജോഷി വടക്കൻ, അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, കെ.സി. ഡേവിസ്, ജോർജ് ചിറമൽ എന്നിവർ അറിയിച്ചു. പുത്തൂർ പൊന്നൂക്കരയിൽ റോഡരികിൽ നിന്ന് വൻ മരം കടപുഴകി വീണു. തിങ്കളാഴ്ച രാത്രി 10 മണിക്കായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ പ്ലാവ് നിലംപൊത്തി. സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. സമീപവാസിയായ വൈലിക്കുളങ്ങര എൽസിയുടെ വീടിന്റെ മതിലും തകർന്നു. മരം വീണ് വൈദ്യുതി പോസ്റ്റുകളും കേബിളുകളും തകർന്നു. മരം വീഴുന്ന സമയത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകളില്ലാത്തതും റോഡിൽ കൂടെ വാഹനങ്ങൾ വരാതിരുന്നതും വലിയൊരു അപകടം ഒഴിവാക്കി. റോഡിനു കുറുകെ മരത്തിന്റെ ചില്ലകൾ കിടന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാർ വിവരം അറിയിച്ചതോടെ സ്ഥലത്തെത്തിയ പുതുക്കാട് അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിലാണ് മരം ഭാഗികമായി മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വീണ മരത്തിന് തൊട്ടടുത്തായി പൊന്നൂക്കര ഗവൺമെന്റ് LP സ്കൂളിന് മുൻപിലും വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്നുണ്ട്. എത്രയും വേഗം ഈ മരങ്ങൾ കൂടെ മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ +1 സീറ്റ് പ്രതിസന്ധിയുമായി KSU ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി മച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളും ITI മാരാത്തുകുന്ന് എന്നിവിടങ്ങളിൽ KSU ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജോയ് ജോണി, ഹസൻ ഷെയ്ഖ്, ആദിത്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. KSU പ്രവർത്തകരായ എബിൻ സജി, ആദിത്, സാബു, കിരൺ ഫ്രാൻസിസ്, അശ്വിൻ തമ്പി എന്നിവർ സന്നിഹിതരായി. ഇന്ന് KSUവിന്റെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് VNMM GHS മച്ചാട് സ്കൂളിൽ നമ്മൾ ഒരു സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഫുൾ A+ പോലും മേടിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ സീറ്റില്ലാത്ത ഒരു സ്ഥിതി നമ്മുടെ സംസ്ഥാനത്തുടനീളം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് KSU ഇതിൽ ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമരമോ സമരങ്ങളും കാര്യങ്ങളും എല്ലായിടത്തും നിലനിൽക്കേ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനം എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഈ ഒരു സംവിധാനത്തിൽ നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി KSU ഇന്ന് പഠിപ്പ് മുടക്കൽ സമരം ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ VNMM GHS മച്ചാട് സ്കൂളിൽ നിന്ന് KSU ജില്ലാ സെക്രട്ടറി ഹസൻ ഷെയ്ഖും 75ന്റെ നിറവിൽ നിൽക്കുന്ന എരവിമംഗലം ഗ്രാമീണ വായനശാലയുടെ 1 വർഷത്തെ വാർഷികാഘോഷം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വായനശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷയായി. സാഹിത്യകാരൻ പ്രൊഫസർ VG തമ്പി മുഖ്യാതിഥിയായി.
VK ഹാരി ഫാബി റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല സെക്രട്ടറി KR ബൈജു, K രാമചന്ദ്രൻ, AR രാമൻ, KJ ജയൻ, M പീതാംബരൻ മാസ്റ്റർ, ER ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കസ്തൂരി കാലത്തോ കാതരേ മുന്നിൽ കൽഹാരവുമായി നിൽക്കും. 26 വർഷത്തിൽ അവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്ന മിസ്റ്റർ അരുൺ എന്നെ വിളിച്ചു. ഈ കാര്യം പറഞ്ഞ ചട്ടം കെട്ടില്ല, ഞാൻ വരാം എന്ന് പറയുന്നു. വരാതിരിക്കാൻ വൃത്തിയില്ലായിരുന്നു. അപ്പോൾ അവർക്ക് തന്നെ എന്തായാലും ഇവിടെ എത്തി. ഞാനിവിടെ നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ ഈ വായനശാല ഗ്രന്ഥശാല പഠിക്കുന്നത് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കുറേ കാലമായിട്ട് നടന്നുവരുന്നത്. ഈ കാലഘട്ടത്തിൽ ഇതിലൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല. സത്യത്തിൽ അതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. 25 കൊല്ലം തയ്യാർ പോകുന്ന ഒരു വർഷത്തെ പരിപാടി നടക്കാനിരിക്കുന്ന ആദ്യത്തെ ദിവസം ഇത്ര നാളെ കണ്ടാൽ പോരാ. ദേശീയപാത ചെമ്പൂത്രയിൽ എയർഗണ്ണും കഞ്ചാവുമായി 4 അംഗ സംഘം പിടിയിൽ. 30 ഗ്രാം കഞ്ചാവ്, എയർ പിസ്റ്റൽ, കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവ പിടിച്ചെടുത്തു. ഗുരുവായൂർ സ്വദേശികളായ ആകർഷ്, ഫാസിൽ, പാവർട്ടി സ്വദേശി റംഷിദ്, കൊല്ലം സ്വദേശി ആദർശ് എന്നിവർ പിടിയിലായി. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ചെമ്പൂത്ര കോഫി ഹൌസിന് മുന്നിൽ കാറിൽ നിന്നാണ് കഞ്ചാവ്, എയർ പിസ്റ്റൽ, കഞ്ചാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷർ, വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ, കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവ പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാറിലുണ്ടായിരുന്ന 4 യുവാക്കളെ PG പോലീസ് അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നും കാർ മാർഗം കഞ്ചാവും MDMAയും കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കോഫി ഹൌസിന് മുൻപിൽ യുവാക്കൾ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാർ കണ്ടെത്തിയത്. ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്ന പ്രതികളെ പോലീസ് പിടികൂടി. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരെ വിളിച്ചുവരുത്തി കാറിന്റെ പാർട്സുകൾ അഴിച്ചുമാറ്റി പരിശോധന നടത്തിയെങ്കിലും MDMA കണ്ടെത്താനായില്ല. MDMA പ്രതികൾ ഉപയോഗിച്ചതായി പോലീസിനോട് പറഞ്ഞു. ഡാൻസ് ഓഫ് അംഗങ്ങളായ SI രാകേഷ്, ASI ജീവൻ, വിപിൻ ദാസ്, ശരത്, സുജിത്, അഖിൽ, വിഷ്ണു, വൈശാഖ്, ഷിഹാബുദ്ദീൻ, PG പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പ്രമോദ് കൃഷ്ണൻ, SI സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇടവേള. സ്കൂൾ ആൻഡ് ഫാൻസി ഐറ്റംസിന്റെ വലിയ ലോകം SR കളക്ഷൻസ് പുത്തൂർ. ബാഗുകൾ, നോട്ട് ബുക്കുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസിനുമൊപ്പം ഫാൻസി ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ലേഡീസ് ബാഗുകൾ, ഗിഫ്റ്റ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫുഡ് വെയറുകൾ, ബർത്ത്ഡേ ഐറ്റംസ് തുടങ്ങിയവയുടെ വലിയ സെലക്ഷനുമായി SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. ന്യൂ ബോൺ ബേബി വെയേഴ്സ്, കുട്ടികൾക്കായുള്ള ടോയ്സ്, സൈക്കിളുകൾ തുടങ്ങിയവയ്ക്കൊപ്പം സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, കസേരകൾ തുടങ്ങിയവയുമായി SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി.
മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക് മണ്ണുത്തി. അസ്ഥി വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി മൂക്ക് തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മള് വിട്ടൊന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂരിൽ പ്രവർത്തിക്കുന്ന ചിരാഗ് ഫുഡ് ആൻഡ് ഡയറി പ്രൊഡക്ട്സിന്റെ ചിരാഗ് പ്യുർ കൗ ഗീ എന്ന ഉൽപ്പന്നത്തിന്റെ വിൽപ്പന നിരോധിച്ചതായി ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു പി ജോസഫ് അറിയിച്ചു. മണലൂർ, ചേലക്കര ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ ഈ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ ലേബലില്ലാതെ ടിന്നുകളിൽ സൂക്ഷിച്ച നെയ്യ് പിടിച്ചെടുത്തു. സാമ്പിളുകളുടെ പരിശോധനയിൽ നെയ്യോടൊപ്പം എണ്ണ കലർത്തിയതായി തെളിഞ്ഞു. 77.6 കിലോഗ്രാം പാക്ക് ചെയ്ത ബോട്ടിലുകളിലും ടിന്നുകളിലും സൂക്ഷിച്ച നെയ്യും പിടിച്ചു. തുടർ നടപടികൾക്കായി സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകൾ ശേഖരിച്ചു. നെയ്യിനോടൊപ്പം എണ്ണ ചേർക്കുന്നത് നിരോധിച്ച സാഹചര്യത്തിലാണ് ഉൽപ്പന്നത്തിന്റെ വിൽപ്പനയ്ക്കെതിരെ നടപടിയെടുത്തത്. പരിശോധനയിൽ മണലൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അരുൺ പി കാര്യാട്, PV ആസാദ്, ക്ലർക്ക് മുഹമ്മദ് ഹാഷിഷ്, EA രവി എന്നിവർ പങ്കെടുത്തു. ഗവൺമെന്റ് ITI ചാലക്കുടിയിൽ വെൽഡർ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിൽ നിയമനം നടത്തുന്നു. PSCയുടെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരം ആയിരിക്കും നിയമനം. യോഗ്യത അംഗീകൃത എഞ്ചിനീയറിംഗ് കോളേജ് സർവകലാശാലയിൽ നിന്ന് മെക്കാനിക്കൽ, മെറ്റലർജി, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, മെക്കാട്രോണിക്സ് ബിരുദം, 1 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ അംഗീകൃത സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, 2 വർഷത്തെ പ്രവൃത്തി പരിചയം. ജൂൺ 28 രാവിലെ 10:30 ഇന്റർവ്യൂ. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0480-270-1491. ഉന്നത വിജയികളെ ആദരിച്ച് മുക്കാട്ടുകര രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി. മുക്കാട്ടുകരയിലെ SSLC+2 ഉന്നത വിജയികളെ രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി ക്ലബ് അനുമോദിച്ചു. തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് CD സെബീഷ് അധ്യക്ഷനായി. ഷാജു ചിറയത്ത്, ജോൺ C ജോർജ്, ജോസ് കുന്നപ്പള്ളി, ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിൽബിൻ വിൽസൺ, ജോസ് പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. വളരെ ചിട്ടയോടുകൂടി നടത്തുന്ന ഈ അവാർഡ് ദാനത്തില് ഇപ്രാവശ്യവും പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് തരുന്ന ഓരോ പ്രചോദനവും നാളെ നല്ല മക്കളായി വളരാൻ വേണ്ടി തരുന്ന ഒരു പ്രചോദനമാണ്. ഈ സംഘടനയിൽ പെട്ട കുറച്ച് കുട്ടികളുടെ ഒരു സന്തോഷമാണിത്. നാളെ നിങ്ങൾ ഏതു നിലയിലെത്തിയാലും നമ്മുടെ മുന്നിൽ വരുന്ന ആളുകള് പാവങ്ങളോ പണക്കാരോ ആരോ ആയിക്കോട്ടെ, ഒന്നും നോക്കാതെ പറ്റാവുന്ന സഹായം ചെയ്തു കൊടുക്കാൻ നല്ല മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം മാത്രം ഉണ്ടായാൽ പോരാ. ആ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് ചില ചെറിയ മര്യാദകളൊക്കെ പഠിക്കുക എന്നുള്ളത്. മുതിർന്നവരെ ബഹുമാനിക്കുക, വയസ്സായവരെ കാണുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന കൊടുക്കുക,
അല്ലെ? ഇപ്പൊ നമ്മൾ ചില വീടുകളിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മൊബൈല് നോക്കിയിട്ട് നമ്മൾ ആരെ ചെല്ലണേന്ന് വരെ അവർക്ക് അറിയാത്ത, ഒരു കാലൊക്കെ മുകളിൽ കയറ്റി വെച്ച് ഒരു കാല് താഴെ വെച്ച്, ഒരു മര്യാദയില്ലാത്ത ഒരു ചെറിയൊരു ന്യൂ ജനറേഷനാണ് ഇപ്പം വളർന്നു വരുന്നത്. അതൊക്കെ നമ്മൾ അടിസ്ഥാനമായിട്ട് അത് പഠിച്ചതിന് ശേഷം ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം ഇതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള നായരങ്ങാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കരാറടിസ്ഥാനത്തിൽ ലൈബ്രറിയനെ നിയമിക്കുന്നു. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപര്യമുള്ള വനിതകൾക്കാണ് അവസരം. ലൈബ്രറി സയൻസിൽ ബിരുദമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 048027061000. തൃശൂരിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് MSME ഇൻക്യുബേഷൻ സെന്റർ ജൂൺ 17 ഇൻഫോ പാർക്ക് CEO സുശാന്ത് കുറുന്തിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തോപ്പിൽമൂല കൈറ്റ്സ് ബിസിനസ് സോണിലെ ഇൻക്യുബേഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, എഞ്ചിനീയറിംഗ് കോളേജ്, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. പരമ്പരാഗത ചെറുകിട ബിസിനസ് മേഖലയെയും സ്റ്റാർട്ടപ്പ് സംരംഭകരെയും ചേർത്തുപിടിച്ച് ബിസിനസ് വളർച്ചയ്ക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുകയാണ് ലക്ഷ്യം. ഒരേയൊരു ജീവനക്കാരനുമായി തുടങ്ങുന്ന സംരംഭകരും 100 ജീവനക്കാരുമായി 3000 ചതുരശ്ര അടിയിൽ പ്രവർത്തിക്കേണ്ട ബിസിനസ് സ്ഥാപനത്തിനും ഇവിടെ ഓഫീസ് സൗകര്യം ലഭ്യമാണ്. ഏതൊരു സംരംഭകനും ആവശ്യമായ മെന്റർഷിപ്പ്, ഫണ്ടിംഗ് സപ്പോർട്ട്, നെറ്റ്വർക്ക് സപ്പോർട്ട് തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ്. കേരളത്തിലെ ചെറുകിട സംരംഭകരെ വിദേശങ്ങളിലെ ഇൻവെസ്റ്റർമാരുമായി കണക്ട് ചെയ്യുന്നതിനുള്ള ബിസിനസ് കോൺക്ലേവുകൾ വിവിധ രാജ്യങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സെലസ്റ്റിൻ തോമസ്, വിനോദ് ലൻസ്മാൻ എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. വാർത്തകളിലേക്ക് വീണ്ടും. IHRDയുടെ കീഴിൽ ചേർപ്പ് എക്സ്റ്റൻഷൻ സെന്ററിൽ DCA, PGDCA ഡാറ്റ എൻട്രി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SC, ST, OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുണ്ട്. ജൂൺ 27 വൈകിട്ട് 4-നകം അപേക്ഷകൾ ലഭ്യമാക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8547005089. ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു നേതൃത്വം നൽകുന്ന പുസ്തക ചങ്ങാത്ത പദ്ധതി 97 വിദ്യാലയങ്ങളിൽ പൂർത്തിയായി. 2022 ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ മാസ്റ്റർ ആദ്യം സർവീസിൽ പ്രവേശിച്ച വാടാനപ്പള്ളി SMUP സ്കൂളിൽ തുടക്കം കുറിച്ച പുസ്തക ചങ്ങാത്തം പദ്ധതിയിൽ 97 സ്കൂളുകൾ പങ്കാളികളായി. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളാണ് പുസ്തക ചങ്ങാത്ത പദ്ധതിയിലെ 97ാം വിദ്യാലയമായി തിരഞ്ഞെടുത്തത്. PJ സ്റ്റൈജു പദ്ധതി വിശദീകരണം നടത്തി. പുസ്തകങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടത്തി.
വിദ്യാർത്ഥികളായ ദേവദത്തൻ, എബിൻ, അദ്വൈത്, അതുല്യ, ആൽവിൻ എന്നിവർ നേതൃത്വം നൽകി. PJ സ്റ്റൈജ് മാസ്റ്ററെ യോഗം അഭിനന്ദിച്ചു. തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് നീക്കിവെക്കുന്ന ആയിരക്കണക്കിന് രൂപ മാസ്റ്റർ പുസ്തക ചങ്ങാത്തം പദ്ധതിക്കായി ചിലവഴിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുറമെ NCC, NSS, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ് യൂണിറ്റുകളും പങ്കാളികളാണ്. നല്ല പ്രതികരണമാണ് വിദ്യാർത്ഥികളിൽ നിന്ന്. സുമനസ്സുകൾ സഹായിക്കുകയാണെങ്കിൽ പദ്ധതി വിപുലീകരിക്കാനും പദ്ധതിയുണ്ട്. തൃശൂർ ജില്ലയിൽ ഏകദേശം 3000-ലധികം പുസ്തകങ്ങൾ ഇതിനകം പുസ്തക ചങ്ങാത്ത പദ്ധതി വഴി വിതരണം ചെയ്തു. 24 കേരള ബറ്റാലിയനിലെ മേജർ റാങ്കിലുള്ള അസോസിയേറ്റഡ് NCC ഓഫീസറാണ് സ്റ്റൈജ് മാസ്റ്റർ. മണ്ണുത്തി ചിറക്കാക്കോട് റോഡരികിൽ VVS ഹൈസ്കൂളിന് മുന്നിൽ കോർപ്പറേഷൻ വക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും വലിയ അനുഗ്രഹമായിരിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനു കീഴിൽ വിവിധ പലിശ നിരക്കുകളിൽ നടപ്പിലാക്കുന്ന 60,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട 18-നും 55-നും മധ്യ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വരുമാന പരിധി 6 ലക്ഷം രൂപ. നിശ്ചിത വസ്തു ജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും രാമനിലയത്തിന് സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 048723315556. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ DE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തെക്കുംകര പഞ്ചായത്ത് ഞാറ്റുവേല ചന്ത പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ജനവിധിയിൽ ക്രൈസ്തവ സമുദായത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമെന്ന് തൃശൂർ രൂപത ഭാരവാഹികൾ. ദേശീയപാത ചെമ്പൂത്രയിൽ എയർഗണ്ണും കഞ്ചാവുമായി 4-അംഗ സംഘം പിടിയിൽ. 30 ഗ്രാം കഞ്ചാവ്, എയർ പിസ്റ്റൽ, കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവ പിടിച്ചെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.